നമസ്കാരം. പലപ്പോഴും നമ്മളൊക്കെ നമ്മളെക്കാൾ ഉപരിയായിട്ട് മറ്റുള്ള ചിലരെ സ്നേഹിക്കാറുണ്ട്. അത് ചിലപ്പോൾ അവരുടെ കഴിവ് കണ്ടിട്ടാവാം, അവരുടെ മനസ്ഥിതി കണ്ടിട്ടാവാം, അവർ മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയും സ്നേഹവും വാത്സല്യവും ഒക്കെ കണ്ടാവാം. നമ്മളോട് കാണിക്കുന്ന ഒരു ഇഷ്ടം, സ്നേഹം, അതൊക്കെ അങ്ങനെ പല കാരണങ്ങളുണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട്. എന്നാൽ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് അവരുടെ കലയിലൂടെയാണ്. പാട്ടുകാരൻ പാട്ടിലൂടെ വരുന്നു, ചിത്രകാരൻ ചിത്രകലയിലൂടെ വരുന്നു, നർത്തകൻ അല്ലെങ്കിൽ നർത്തകി അവരുടെ നൃത്തത്തിലൂടെ വരുന്നു. അങ്ങനെ പല ക്വാളിറ്റി അവരുണ്ടാക്കിയെടുക്കുന്ന പല കഴിവുകളിലൂടെ. എന്നാൽ അതിനൊക്കെ അപ്പുറം നമ്മളുടെ മനസ്സിനെ വശീകരിക്കുന്ന ചില ആളുകളുണ്ട്, ചില കുട്ടികളുണ്ട്. അവരൊരു പ്രത്യേകമായ ഒരു കലയുടെ കൂടെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നതെങ്കിലും അതിലൊക്കെ ഉപരിയായി നമ്മൾ അവരെ സ്നേഹിക്കാറുണ്ട്, അവരെ ഇഷ്ടപ്പെടാറുണ്ട്, അവരോട് വാത്സല്യമൊക്കെ കാട്ടാറുണ്ട്. അങ്ങനെ എടുത്തു പറയേണ്ട ഒരു കൊച്ചു കലാപ്രതിഭയാണ്, അല്ലെങ്കിൽ ഒരു കലാകാരൻ തന്നെയാണ് ബാബുക്കുട്ടൻ എന്ന ആവിർഭവനെ മലയാളികൾ അറിയാൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഏകദേശം 2 വർഷം. അതായത് ടോപ്പ് സിംഗറിൻ്റെ ഒരു സീസണിലൂടെയാണ് മലയാളികളുടെ ഇടയിലേക്ക് ആവിർഭവ എന്ന കൊച്ചു പാട്ടുകാരൻ കടന്നു വരുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു റോക്കിംഗ് സ്റ്റാറായി മാറുവാനായിട്ട് ഈ ആവിർഭവന് കഴിഞ്ഞു. എങ്ങനെ? അയാൾ മറ്റുള്ളവരോട് കാണിക്കുന്ന പെരുമാറ്റം, സംസാര രീതി, അതുപോലെ തന്നെ മറ്റുള്ളവരോട് തുറന്നടിച്ച് സംസാരിക്കുന്ന രീതി, നിഷ്കളങ്കമായ പെരുമാറ്റം. അതാണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ, നിഷ്കളങ്കമായ പെരുമാറ്റത്തിലൂടെയാണ് വളരെ പെട്ടെന്ന് തന്നെ ആവിർഭവ് മലയാളികളുടെ ഇടയിലേക്ക് വന്നത്. എന്നാൽ ആ ടോപ്പ് സിംഗർ, അതായത് ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗർ ഷോയിലൂടെ കടന്നു വന്ന കൊച്ചു പാട്ടുകാരന് മറ്റൊരു ഓമനപ്പേരിട്ടത് പ്രശസ്തനായ മറ്റൊരു ഗായകനാണ് MG ശ്രീകുമാർ. ആ ബാബുക്കുട്ടൻ്റെ കലാപ്രകടനവും അതുപോലെ തന്നെ സ്നേഹവും നിഷ്കളങ്കതയും വാത്സല്യവും തഗ് ഡയലോഗുകളും ഒക്കെ കണ്ടപ്പോൾ ആവിർഭവനേക്കാൾ നല്ല ഒരു ഓമനപ്പേര് നിനക്ക് വേണമെന്ന് പറഞ്ഞ് ബാബുക്കുട്ടൻ എന്ന ഓമനപ്പേര് ആവിർഭവന് നൽകിയത് MG ശ്രീകുമാറാണ്. ആ പേര് പിന്നീട് മലയാളികൾ ഏറ്റെടുക്കുന്നത് കണ്ടത്. ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗറിൽ ഓരോ എപ്പിസോഡിലും ബാബുക്കുട്ടനെ കണ്ടില്ലല്ലോ എന്ന് പരിതപിക്കുന്ന പ്രേക്ഷകരെ, ബാബുക്കുട്ടൻ്റെ ആരാധകരെ നാം കണ്ടു. എന്നാൽ ഇടയ്ക്ക് വെച്ച് ബാബുക്കുട്ടൻ അവിടെ നിന്നും പോവുകയുണ്ടായി. പിന്നീട് കുറച്ച് നാളത്തേക്ക് ബാബുക്കുട്ടൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലാണ് മാത്രമാണ് ബാബുക്കുട്ടൻ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ഇരിക്കെയാണ് സോണി സൂപ്പർ സ്റ്റാർ എന്ന പരിപാടിയിലൂടെ മലയാളികളിലേക്ക് വീണ്ടും ബാബുക്കുട്ടൻ എത്തിയത്. മലയാളികളെ മാത്രമല്ല, മറ്റു ഭാഷക്കാരെ, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, അങ്ങനെ എല്ലാ ഭാഷക്കാരെയും ബാബുക്കുട്ടൻ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ സ്വന്തം ലാംഗ്വേജിലൂടെ പാടി വിസ്മയിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് നർത്തകരെ, പാട്ടുകാരെ, സൂപ്പർ സ്റ്റാറുകളെയൊക്കെ ബാബുക്കുട്ടൻ വളരെ വേഗത്തിലാണ് കയ്യിലെടുത്തത്. പലരും ഈ സൂപ്പർ സ്റ്റാറിൻ്റെ വേദിയിൽ ഗസ്റ്റായി എത്തി പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ടു. അപ്പോഴൊക്കെയും ബാബുക്കുട്ടൻ്റെ ആ ഒരു കലയോടുള്ള സ്നേഹം, പാട്ടിനോടുള്ള സ്നേഹം, പാട്ടിൻ്റെ ഒരു ഡെപ്തിലേക്ക് കടന്നു ചെല്ലുന്ന ആ ഒരു ഭാവമൊക്കെ കണ്ടിട്ടാണ് സൂപ്പർ സ്റ്റാർസ് പോലും പലപ്പോഴും പൊട്ടിക്കരഞ്ഞത്. പലപ്പോഴും ഗായകന്മാരും ബാബുക്കുട്ടനെ ചേർത്ത് പിടിച്ചത്. അങ്ങനെ അവിടെ നിന്നും 1ാം സ്ഥാനത്തോടു കൂടി സോണി സൂപ്പർ സ്റ്റാറിൻ്റെ ആ ഒരു കിരീടം ബാബുക്കുട്ടൻ നേടിയ ശേഷം ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ പോയി അവിടെയുള്ള മലയാളികളെ, ലോകമെമ്പാടുമുള്ള ആളുകളെയൊക്കെ കയ്യിലെടുത്ത ശേഷം വീണ്ടും ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. വലിയ തോതിൽ മലയാളികളെ എപ്രകാരമാണോ ബാബുക്കുട്ടൻ ആകർഷിച്ചത്, അതിലൊക്കെ ഉപരിയായിട്ട് സൗത്ത് ആഫ്രിക്ക, മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടെയുള്ള ആളുകളെയൊക്കെ വശീകരിക്കാൻ ബാബുക്കുട്ടന് കഴിഞ്ഞു എന്നത് എന്തുകൊണ്ടാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് ഒറ്റ വാക്കിന് മറുപടി പറഞ്ഞാൽ നിഷ്കളങ്കത ഒരു വലിയ ഭാഷയാണ്. നമുക്കറിയത്തില്ലാത്ത ഒരു വലിയ ഭാഷയാണ് നിഷ്കളങ്കത കൊണ്ട് നമുക്ക് ആരെയും, ഏത് മനുഷ്യനെയും കീഴടക്കാൻ കഴിയും. അവിടെ ഭാഷ പ്രശ്നമല്ല, അവിടെ മറ്റ് ഒന്നും പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, ജാതി പ്രശ്നമല്ല, കല പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. നിഷ്കളങ്കത ഒരു വലിയ ഭാഷയാണ്. ആ ഭാഷയിലൂടെ ഏത് ഭാഷക്കാരെയും വളരെ പെട്ടെന്ന് തന്നെ കയ്യിലെടുക്കുവാൻ നമുക്ക് കഴിയും എന്നതിന് തെളിവാണ് ബാബുക്കുട്ടൻ. സൗത്ത് ആഫ്രിക്കയിൽ 2 സ്ഥലത്താണ് ബാബുക്കുട്ടൻ പരിപാടി അവതരിപ്പിച്ചത്. 2ലും മികച്ച തോതിലുള്ള സ്കോറിംഗ് നേടിയിട്ടാണ് ബാബുക്കുട്ടൻ തിരിച്ചെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇന്ത്യയിലെ യങ് മ്യൂസിക് പ്രൊഡിജികളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സെൻസേഷണൽ ഫോർ മ്യൂസിക് എന്ന ലൈവ് പരിപാടിയിൽ ബാബുക്കുട്ടനെ കൂടി ഉൾപ്പെടുത്തി വൈഭവ് ഗുപ്തയും ശുഭ്ദീപ് ദാസ് ചൗധരിയും അതുപോലെ തന്നെ അഥർവ് ബക്ഷിയും ആണ് ബാബുക്കുട്ടനോടൊപ്പം പോയ ചേട്ടന്മാർ. ഇവരെയൊക്കെ ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു ബാബുക്കുട്ടൻ കാഴ്ചവെച്ചത് എന്ന് ഈ താരങ്ങളും പറയുന്നുണ്ട്. എന്തായാലും ബാബുക്കുട്ടൻ്റെ ആദ്യ വിദേശ യാത്ര കൂടിയായിരുന്നു. അത് വലിയ തോതിൽ ജനം ഏറ്റെടുത്തു എന്നതിന് തെളിവാണ്. ഇനി അടുത്തത് അമേരിക്കയിലേക്കും ആസ്ട്രേലിയയിലേക്കുമുള്ള യാത്രയ്ക്ക് ബാബുക്കുട്ടൻ ഒരുങ്ങുകയാണ്. അതിനിടയിൽ സ്കൂൾ ജീവിതം കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനാൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാകും ബാബുക്കുട്ടൻ വീണ്ടും ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ.